Hello friends, we are in Kochi. We are in a flat. Why style a flat polish puttanaki kodukkamboanu verum 2 ആഴ്ചക്കുള്ളിൽ പണി തീർക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസ് ആണ്. മൊത്തം ഡെമോളിഷൻ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, അതുപോലെ മൊത്തം ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പരിപാടി എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്നത് ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ എല്ലാ വർക്കും നടക്കുന്നത്. ആദ്യം ഡെമോളിഷൻ, പിന്നെ അതിൻ്റെ പ്ലംബിങ്, വയറിങ്, അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കിച്ചണാണല്ലോ, ഈ ഒരു പോർഷന് അടിപൊളി കിച്ചൺ ആക്കണം, അതാണ് ടാർഗറ്റ്. അതുപോലെ ഈ കാണുന്ന ബെഡ്റൂമിനെയും അടിപൊളി ഫങ്ഷൻ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ ഈ ഹാളും ഡൈനിങ് ഒക്കെ വളരെ ചെറുതാണ്, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതന്നെയാണ് ഉദ്ദേശം. ഇനി അടുത്ത് കാണാൻ പോകുന്ന ഇൻറ്റീരിയറിൻ്റെ വർക്കാണ്. ഇൻറ്റീരിയറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിവുഡിൽ മൈക്ക വൈറ്റ് കളറിലാണ് ഫുൾ കോമ്പിനേഷൻ വരുന്നത്. അത് നന്നായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറി പ്രസ്സിങ് ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് അതാണ് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 25ാമത്തെ ദിവസം നമുക്ക് കാണാം ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട്. നേരെ ഫ്ലാറ്റിലേക്ക് എൻ്റർ ചെയ്യാം. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വൈറ്റ് ഫിനിഷിലുള്ള ഫർണിച്ചേഴ്സാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. നേരത്തെ കണ്ട കിച്ചൺ കണ്ടില്ല, ആ ചെറിയ കിച്ചണെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടില്ല കിച്ചൻ്റെ ഒരു ആംബിയൻസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്രിഡ്ജ് കഴിഞ്ഞാൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കിച്ചണിൽ നല്ലൊരു ഹുബ് ആൻഡ് ഹുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ഫിനിഷ് മാക്സിമം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ. ഇതുപോലുള്ള ഒരു ചെറിയ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സ്പേസിൽ കിച്ചണിലാണ് നമ്മൾ ആദ്യം നിൽക്കുന്നത്. കിച്ചണിൽ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നാനോ വൈറ്റ് ടോപ്പ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള വൈറ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് ആണല്ലോ. അപ്പോൾ ഇത് ഡബിൾ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ചിമ്മിനി, ഹുബ് ആൻഡ് ഹുഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാബറിൻ്റെ ചിമ്മിനിയും അതുപോലെ സ്റ്റവ് വരുന്നത് കാഫിൻ്റെയാണ് കേട്ടോ. ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യൂറോഡമോ എന്ന ബ്രാൻഡിൻ്റെ ഗ്രാനൈറ്റ് ആയിട്ടുള്ള സിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ സ്റ്റീലിൻ്റെ ഒരു ടാപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ കൗണ്ടറുകളിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടറിൽ തന്നെ ഇവിടെ പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ എക്സ്ട്രാ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ GTPT മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ലൈനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്ലേറ്റ് ട്രേയും അതുപോലെ ഗ്ലാസ് ട്രേയും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TPT എന്ന് പറയുമ്പോൾ ഗ്ലാസ് ട്രേ പ്ലസ് പ്ലേറ്റ് ട്രേ അതന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ടൗൺ ഏരിയകളിലൊക്കെ നമുക്ക് വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ അതിനുള്ള സ്പേസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ലോവർ കൗണ്ടറിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു പുൾ ഔട്ടിനുള്ള സ്പേസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ടാൻഡം ബോക്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 ടാൻഡം ബോക്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 സൈസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്ലോ ഹിഞ്ചസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീട്ടിൽ എക്സ്ട്രാ വരുന്ന സ്റ്റോറേജസ് മേലെയായിട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരുപാട് സ്പേസ് എങ്ങനെ ഒരു ചെറിയ സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് തെളിയിക്കുന്നത്. അല്ല, ഒരു ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ ഇത്ര സ്പേസേ ഉണ്ടാവുള്ളൂ. അതിനെ മാക്സിമം ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസൈനറുടെ ചോയ്സാണ് കേട്ടോ. അതുപോലെ ഫ്രിഡ്ജ് ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക്, ഈ ഹാള് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഭാഗത്താണല്ലോ. ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള സോഫ. ആ സോഫയുടെ കളർ കോമ്പിനേഷൻ ഈ റൂമിന് മാച്ച് ആയിട്ടുള്ളതാണ്. നമ്മളിതാ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ ഒരു TV യൂണിറ്റ് ഉണ്ട്. എല്ലാ ഡിസൈനുകളും വൈറ്റ് കളർ കോമ്പിനേഷനിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ ചെറിയ സ്പേസിന് ആപ്റ്റ് ആകുന്ന ഒരു കളറാണ്. റൗണ്ട് ആയിട്ടുള്ള ഒരു മിറർ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷ് ബേസിന് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ സോഫയുടെ സൈഡിലായിട്ട് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. അവിടെയും ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഈ സ്പേസിനെ മാക്സിമം വിശാലമാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. ടേബിളും ചെയറുകളും സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് എടുത്ത് നോക്കിയേ, സിമ്പിളായിട്ടുള്ള ചെയറാണ്. ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് ആ ഒരു സ്ഥലത്തിനെ ഒതുക്കി വെക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 4 എണ്ണം കൊടുത്തത് കൊണ്ട് ഈ ഒരു ഏരിയ അത്ര കൺജസ്റ്റഡ് ആവുന്നേ ഇല്ല. നമുക്ക് ഈ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലൊരു മാർബിൾ ഫിനിഷാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലിക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. റൗണ്ട് മിററിൻ്റെ ഒരു പ്രാധാന്യം ഓപ്പോസിറ്റിലെ മിററിനെയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേപോലെ ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. വൈറ്റ് കളറിൻ്റെ കൂടെ ഗ്ലാസ് മിററുകളൊക്കെ വരുമ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു ദൂരം അവിടെ ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ആംബിയൻസിന് കാരണം. നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഫർണിച്ചറുകളുടെ കളറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ഈവൻ വരുന്ന ഹാൻഡിലുകൾ വരെ ഗ്രേ കളർ ഇവിടെ കൊടുക്കാനുള്ള കാരണം
അതിൻ്റെ ഒരു മാക്സിമം കോൺട്രാക്ഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ. ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതാ സീലിങ്ങിൽ മനോഹരമായ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ ഒരു വീടിൻ്റെ മനോഹാരിത കൂട്ടുന്നതിന് കാരണമായി അല്ലേ. ഡൈനിങ്ങിൽ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഒരു എക്സ്ട്രാ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡൈനിങ്ങിനെ മനോഹരമാക്കാം. അതും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാ കിടക്കുന്ന ബെഡ്റൂം. ഇവിടെ ഒരു കാര്യം എടുത്തു പറയണം, ഈ കിച്ചൺ മുമ്പ് ഉണ്ടായിരുന്നതാ ഇവിടെ ആയിരുന്നു ചുമര്. ആ ചുമരിനെ പൊളിച്ച് മാറ്റി മനോഹരമാക്കി എടുത്തതാണ് ഈ കാണുന്ന വലിയ കിച്ചൺ. റൂമിലേക്ക് കയറിയാൽ എന്തുണ്ട് ഇവിടെ സീക്രട്ട്? ഇതാ എല്ലാം വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അടിപൊളി ബെഡ് കോട്ട് ഇതാ അവിടെ. ഒരു ചെറിയ ഫാമിലിക്കുള്ള ബെഡ് സ്പേസ് ആണ് കേട്ടോ ഉള്ളത്. ഈ സൈഡിൽ വാർഡ്രോബുണ്ട്. ഡോർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലോക്കിംഗ് വരാത്ത രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ടോയ്ലറ്റ് ഡോർ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ടോയ്ലറ്റിലേക്ക് പോകുക എന്നുള്ളത് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസൈനറുടെ കഴിവാട്ടോ അവിടെ കാണുന്നത്. ഈ ഒരു ബെഡ് നമുക്ക് സ്ലീപ്പിംഗ് ടൈമിൽ ഇത്രയും സൈസ് വേണം, അത്ര സമയം ഇതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഇതാ ഈ ബെഡ്ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇത് കാണിക്കാനും പറ്റില്ലല്ലോ. മനോഹരമായിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ആയിരുന്നു. നമ്മളിതാ ഈ ബെഡിനെ പകുതി മുറിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന കേട്ടോ. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബെഡാണ്, അതുപോലെ ബെഡ് കോട്ടുമാണ്. ഈ താഴെ കാണുന്ന ചെറിയ പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നീക്കി വെച്ച് ഈ ഒരു ബെഡ് കോട്ടിനെ ചെറുതാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ സ്പേസ് ഇവിടെ എക്സ്ട്രാ വരും. നമുക്ക് സ്ലീപ്പിംഗ് ടൈമിലല്ലേ ബെഡ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ബാത്റൂമിലേക്ക് പാസ് ചെയ്യാം. നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് രാവിലെ ബെഡ് നമ്മൾ സ്ലീപ്പിംഗ് ടൈമിൽ മാത്രം ഇത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്കത് എന്ത് ചെയ്യാം, നീക്കി വെക്കാം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ മതി എന്നാണ് വീട്ടുകാരുടെ തീരുമാനം. ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഒരു റൂമിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഡോർ എൻ്റർ ചെയ്ത ഈ സൈഡിൽ തന്നെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ മിററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂ നേരെ ഓപ്പോസിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സ്പൈസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഫുൾ ലെങ്ത്തിലുള്ള ഇതുപോലുള്ള മിററുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതാ ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഷെൽഫ് നമുക്ക് ക്ലോസും മറ്റും വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫാബ്രിക്കുകൾ അല്ലെങ്കിൽ ക്ലോത്തൊക്കെ കൂടുതലുണ്ടാകുന്ന ഒരു സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സ്പേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ അടിയിലും സ്റ്റോറേജുകളുണ്ട്. അതിനപ്പുറം ഇതൊരു ബേ വിൻഡോ ആട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ സ്പേസിൽ ഒരു ബേ വിൻഡോ കൂടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അത്ഭുതം തന്നെയല്ലേ. ബെഡ് കോട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന വിൻഡോയുടെ സൈഡിൽ തന്നെയാണ് ഈ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന രീതിയിലാട്ടോ. കൊച്ചി ടൗണിലായതുകൊണ്ട് നല്ല വ്യൂവും ഇവിടെയുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിനകത്തേക്കൊരു സ്പേസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അത്രയും സ്പേസ് ഉണ്ട്. നല്ലൊരു സൗകര്യത്തിൽ തന്നെ ഇവിടെ ഒരു കപ്പിൾസിന് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചാരി കിടന്ന് ഉറങ്ങണമെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. വിൻഡോ ഉണ്ട്, നമുക്കൊരു അടിപൊളിയായിട്ടുള്ള റോമൻ ബ്ലൈൻഡ്സ് ഉണ്ട്. ഇത് രാത്രി കാലങ്ങളിൽ ഓപ്പൺ ചെയ്തിടാം. പകല് നല്ല വെളിച്ചമാണെങ്കിൽ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഈ റൂമിന് കൺജഷൻ വരാത്ത രീതിയിലുള്ള ഒരു സ്പേസ് തന്നെ അതാണ്. പൂർണ്ണമായിട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് മാക്സിമം കുറക്കാം. വിൻഡോയിൽ നമ്മൾ കർട്ടൻ കൊടുക്കുമ്പോൾ ബ്ലാക്ക് ഔട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെൻറ്ററിൽ നിന്നാൽ ഈ റൂമിൻ്റെ നേരെ ബാക്കിലാണ് നമ്മൾ ടോയ്ലറ്റ് വരുന്നത്. വൈറ്റ് ഡോർ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല, ഓൾറെഡി യൂസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. ഇനി ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് എടുത്ത് പറയേണ്ട വാൾപേപ്പറിൻ്റെ ഡിസൈൻ ഒരു ബേജ് കളറിൽ ഹെഡ് ബോർഡിന് അല്ലെങ്കിൽ ഹെഡ് ബാക്ക് സൈഡിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിരിക്കുകയാണ്. വലിയൊരു സ്പേസ് അല്ലെങ്കിൽ കൂടി നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യാത്ത ഫീലിംഗ് ഈ ഒരു റൂമിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ആണ്. കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പക്ക ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ടച്ച് മാത്രമാണ്. ഇടയ്ക്കൊരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ ഫർണിച്ചർ കളറുകൾ പോലും ഈ ഒരു വൈറ്റിലേക്ക് കൊണ്ടുവരാനും ഡിസൈനർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ഫ്ലാറ്റുകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ കോമൺ ആയിട്ട് നമുക്ക് അധികം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ തന്നെയാണ്. പിന്നെ മെയിൻ്റെനൻസ് നമുക്ക് വർക്കിന് പോകുന്ന ആളുകളാകുമ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഏരിയകളാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു റൂമിന് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ കളർ കോമ്പിനേഷനും സ്പേസ് പ്ലാനിങ്ങുമാണ്. നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ കാണുമെങ്കിലും ആ കിച്ചണിലുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ വൈറ്റ് കളർ വരുന്നതുകൊണ്ട് നാനോ വൈറ്റിൻ്റെ വൈറ്റ്നെസ് വരുന്നതുകൊണ്ട് അത്ര ഒരു ബാഡ് ഫീൽ വരുന്നില്ല. ഇതുപോലുള്ള വർക്ക് വരുമ്പോൾ അതിൽ വരുന്ന ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്കുകൾ, ഡിമോളിഷൻ വർക്കുകൾ,
പെയിൻറ്റിങ് വർക്ക്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ടാകും. ഈവൻ കൗണ്ടർ ടോപ്പിൻ്റെ ടൈലിൻ്റെ വർക്ക്, ഇതൊക്കെ സാധാരണ രീതിയിൽ വേറെ ടീമുകളാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഡിമോളിഷനൊന്നും നമുക്കൊരു ടീമിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഫ്ലാറ്റിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ വർക്കുകൾ മൊത്തം ഏറ്റെടുത്ത് ഈ ഫ്ലാറ്റിൻ്റെ മൊത്തം കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ആലുവയിലുള്ള ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് എന്നുള്ള ടീമാണ്. ഇതുപോലുള്ള വർക്കുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ടൈലിൻ്റെ വർക്കാണെങ്കിലും ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു ടീമാണ്. ഇതിൻ്റെ മൊത്തം വർക്ക് ഡിമോളിഷൻ ഉൾപ്പെടെ ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതിന് വന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ 6 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതുപോലുള്ള ഫുൾ വർക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം കൂടിയാണ് കേട്ടോ. കേരളത്തിൽ എവിടെയാണെങ്കിലും, സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ ആണെങ്കിൽ തന്നെ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകളും പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മുടെ ചാനലുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഡെക്കോർ ഡിസൈനിൻ്റെ പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ സിമ്പിളായിട്ട് പഠിക്കുക എങ്ങനെയാണെന്നുള്ളത്. ആ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്കും